قل إن كانت لكم الدار الآخرة عند الله خالصة من دون الناس فتمنوا الموت إن كنتم صادقين ولن يتمنوه أبدا بما قدمت أيديهم والله عليم بالظالمين ولتجدنهم أحرص الناس على حياة ومن الذين أشركوا يود أحدهم لو يعمر 1000 سنة وما هو بمزحزحه من العذاب أن يعمر والله بصير بما يعملون. ആയത്ത് 94. قل إن كانت لكم الدار الآخرة عند الله خالصة من دون الناس. പറയുക, അല്ലയോ യഹൂദികളെ, പരലോക ഭവനം മറ്റ് ജനങ്ങളെ കൂടാതെ അല്ലാഹുവിങ്കൽ നിങ്ങൾക്ക് മാത്രം പ്രത്യേകമായതാണെങ്കിൽ ഫതമന്നവുൽ മൗത ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കുക. വലൻ യതമന്നൗഹു അബദൻ ബിമാ ഖദ്ദമത് ഐദീഹിം. അവരുടെ കരങ്ങൾ മുന്തിച്ച പാപങ്ങളുടെ കാരണത്താൽ ഒരിക്കലും അവർ മരണത്തെ ആഗ്രഹിക്കുന്നതല്ല. വല്ലാഹു അലീമും ബിൽസാലിമീൻ. അക്രമികളെക്കുറിച്ച് അല്ലാഹു നന്നായി അറിയുന്നവനാണ്. وَلَتَجِدَنَّهُمْ أَحْرَصَ النَّاسِ عَلَى حَيَاةٍ. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭൗതിക ജീവിതത്തെ മോഹിക്കുന്നവരായി താങ്കൾ അവരെ കണ്ടെത്തുന്നതാണ്. وَمِنَ الَّذِينَ أَشْرَكُوا. ബഹുദൈവാരാധകരെക്കാളും ഭൗതിക ജീവിതത്തെ മോഹിക്കുന്നവരാണവർ. യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു 1000 സന. 1000 വർഷമെങ്കിലും അവർക്ക് ആയുസ് നൽകപ്പെടണമെന്നാണ് അവർ ഓരോരുത്തരുടെയും മോഹം. വമാ ഹുവ ബിമുസഹ്സിഹിഹി മിനൽ അദാബി അൻ യുഅമ്മർ. അവർക്ക് ദീർഘായുസ് നൽകപ്പെടുന്നത് അവരെ നരകത്തിൽ നിന്നും അകറ്റുന്നതല്ല. വല്ലാഹു ബസീറും ബിമാ യഅമലൂൻ. അവരുടെ പ്രവർത്തനങ്ങളെ അല്ലാഹു നന്നായി കാണുന്നവനാണ്. ഈ പരിശുദ്ധ ആയത്തുകളിൽ പടച്ചവന്റെ സ്നേഹവും സാമീപ്യവും വാദിച്ചിരുന്ന യഹൂദികളുടെ വാദം പൊള്ളയാണെന്ന് സമർത്ഥിക്കുകയാണ്. അല്ലാഹു പറയുന്നു, നിങ്ങൾ വാദിക്കുന്നല്ലോ പരലോക വിജയം നിങ്ങൾക്ക് മാത്രമാണുള്ളത്, വേറെ ആർക്കും പരലോക മോക്ഷം ലഭിക്കുന്നതല്ല. മതത്തെയും ധർമ്മത്തെയും അവർ വർഗീയവൽക്കരിക്കുകയും
ഞങ്ങളുടെ വർഗത്തിൽപ്പെട്ടവർക്ക് മാത്രമേ സ്വർഗവും മോക്ഷവും കിട്ടുകയുള്ളെന്ന് അവർ വാദിക്കുകയും ചെയ്തിരുന്നു. യഹൂദികളിൽപ്പെട്ടവർ എന്ത് പാപം ചെയ്താലും യാതൊരു കുഴപ്പവുമില്ല, അല്ലാത്തവർ എന്ത് നന്മ ചെയ്തിട്ട് കാര്യവുമില്ല എന്നായിരുന്നു അവരുടെ വാദം. പടച്ചവൻ അവരുടെ വാദത്തെ അതിസുന്ദരമായി ഖണ്ഡിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട പാഠം പകർന്നു തരുന്നു. ഖുൽ ഇൻ കാനത് ലകുമുദ്ദാറുൽ ആഖിറ അദ്ദാറുൽ ആഖിറതു ഇൻദല്ലാഹി ഖാലിസതൻ മിൻ ദൂനിന്നാസ്. പരലോക ഭവനം നിങ്ങൾക്ക് മാത്രമുള്ളതാണെങ്കിൽ, മറ്റുള്ളവർക്കൊന്നും കിട്ടുകയില്ലെങ്കിൽ, ഫതമന്നവുൽ മൗത ഇൻ കുൻതും സാദിഖീൻ. ആ പരലോകത്തിലേക്കുള്ള പാലമായ മരണത്തെ നിങ്ങൾ ഓരോരുത്തരും മോഹിക്കിൻ. കാരണം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആ സ്വർഗത്തിലെത്തിച്ചേരാമല്ലോ. അല്ലാഹു പറയുന്നു, വലൻ യതമന്നൗഹു അബദൻ ബിമാ ഖദ്ദമത് ഐദീഹിം. അവരുടെ പാപങ്ങൾ കാരണം അവർ ഒരിക്കലും മരണത്തെ മോഹിക്കുന്നതല്ല. അവർക്ക് മരണത്തെ പേടിയാണ്. അതിന്റെ ഒന്നാമത്തെ കാരണം അവർ ധാരാളം പാപങ്ങൾ ചെയ്തിരിക്കുന്നു. അവർക്കറിയാം ഞങ്ങൾ പരലോകത്ത് ചെന്നാൽ ഭയങ്കര ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന്. രണ്ടാമത്തെ കാരണം വലതജിദന്നഹും അഹ്റസന്നാസി അലാ ഹയാ. അവർക്ക് ഭൗതിക ജീവിതത്തിൽ വലിയ ആർത്തിയാണ്, എത്ര കിട്ടിയാലും മതിയാകുന്നില്ല. അടിസ്ഥാനമില്ലാത്ത മുഴുവൻ വർഗീയവാദികളുടെയും വലിയ താൽപര്യമാണ് അവർക്ക് ലോകം മുഴുവനും കിട്ടണമെന്ന്. കിട്ടിയാലും അവർക്ക് മതിയാവുകയില്ല. വലതജിദന്നഹും അഹ്റസന്നാസി അലാ ഹയാ. ഭൗതിക ജീവിതത്തിന്റെ മേൽ മുഴുവൻ ജനങ്ങളെക്കാളും അവർക്ക് ഭയങ്കര ആർത്തിയാണ്. വമിനല്ലദീന അശ്റകൂ. ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ട ആളുകളെക്കാൾ അവർക്ക് ഭൗതിക ജീവിതത്തോട് ഭയങ്കര ആർത്തിയാണ്. യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫ സന. 1000 വർഷമെങ്കിലും ജീവിച്ചിരിക്കണമെന്നാണ് അവരോരോരുത്തരുടെയും മോഹം. വമാ ഹുവ ബിമുസഹ്സിഹിഹി മിനൽ അദാബി അൻ യുഅമ്മർ. അവർക്ക് ദീർഘായുസ് നൽകപ്പെടലുകൊണ്ട് നരകത്തിൽ നിന്നും ഒരിക്കലും ഒഴിവാകാൻ സാധിക്കുന്നതല്ല. ഇവിടെ ഒരു പ്രത്യേകമായ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭൗതിക ജീവിതത്തോടുള്ള ആർത്തി കൊണ്ടുള്ള ദീർഘായുസിനെ മോഹിക്കുന്നത്, അതിനെപ്പറ്റിയാണ് ഇവിടെ വിമർശിച്ചിരിക്കുന്നത്. എന്നാൽ നല്ല ആഗ്രഹങ്ങളുടെ പേരിൽ, നന്മകളിലുള്ള താൽപര്യങ്ങളുടെ പേരിൽ ദീർഘായുസ് മോഹിക്കുന്നത്, ദീർഘായുസിനു വേണ്ടി പടച്ചവനോട് പ്രാർത്ഥിക്കുന്നത്, സമ്പത്തിനു വേണ്ടി പടച്ചവനോട് ഇരക്കുന്നത് വളരെ നല്ലതാണ്. അവരുടെ ഓരോ നിമിഷങ്ങളും അവർക്കും മാനവരാശിക്കും ഗുണമാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും ദീർഘായുസ്സും സമാധാനവും സന്തോഷവും ആരോഗ്യവും നൽകുമാറാകട്ടെ. അതിനെ നല്ല വഴിയിൽ ചെലവഴിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ചുരുക്കത്തിൽ ഈ ആയത്ത് ഒന്നാമതായി അവരുടെ അടിസ്ഥാനരഹിതമായ വാദത്തെ ഖണ്ഡിക്കുന്നു.
പരലോകം ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്, ഞങ്ങൾ പടച്ചവന്റെ വളരെ അടുത്തവരാണ് എന്ന വാദം പൊയ് വാദമാണ്. കാരണം നിങ്ങൾ പരലോകത്തിന്റെ വിജയത്തെ യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുമായിരുന്നു, പരലോകത്തിന് വേണ്ടി ഒരുങ്ങുമായിരുന്നു, അതിനെ കൊതിക്കുമായിരുന്നു. മഹാന്മാരായ സഹാബാക്കളെ പറ്റി ഖാലിദ് റളിയല്ലാഹു തആല അൻഹു വർണ്ണിച്ചു. മോശപ്പെട്ട ആളുകൾക്ക് മദ്യം ഇഷ്ടമായതിനേക്കാളും സത്യവിശ്വാസിക്ക് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള മരണം ഇഷ്ടമാണ്. വലൻ യതമന്നൗഹു അബദൻ ബിമാ ഖദ്ദമത് ഐദീഹിം. അവർ വ്യാജന്മാരാണ്, അതിനോടുകൂടി തന്നെ വലിയ പാപികളുമാണ്. അവരുടെ ജീവിതം പാപത്തിൽ മുങ്ങിക്കിടക്കുകയാണ്, രാവും പകലും പാപങ്ങളാണ്. വല്ലാഹു അലീമും ബിദ്ദാലിമീൻ. അക്രമികളെക്കുറിച്ച് അല്ലാഹുവിന് നന്നായിട്ടറിയാം. 3, അവർക്ക് ഭൗതിക ജീവിതത്തോട് ഭയങ്കര ആഗ്രഹമാണ്. എത്ര കിട്ടിയാലും മതിയാകുന്നില്ല, എന്ത് കിട്ടിയാലും മതി വരുന്നില്ല. وَلَتَجِدَنَّهُمْ أَحْرَصَ النَّاسِ عَلَى حَيَاةٍ وَمِنَ الَّذِينَ أَشْرَكُوا يَوَدُّ أَحَدُهُمْ لَوْ يُعَمَّرُ 1000 سَنَةٍ وَمَا هُوَ بِمُزَحْزِحِهِ مِنَ الْعَذَابِ أَنْ يُعَمَّرَ. ഭൗതിക ജീവിതത്തോട് ഭയങ്കര ആഗ്രഹം, 1000 വർഷമെങ്കിലും ജീവിക്കണമെന്ന മോഹം. പക്ഷെ അങ്ങനെ ജീവിച്ചിട്ടും അവർക്ക് യാതൊരു ഗുണവും ഉണ്ടാകുന്നതല്ല. വല്ലാഹു ബസീറും ബിമാ യഅമലൂൻ. പടച്ചവൻ അവരുടെ എല്ലാ കർമ്മങ്ങളും നന്നായി കാണുന്നുണ്ട്, അവരുടെ എല്ലാ അവസ്ഥകളും നന്നായി മനസ്സിലാക്കുന്നുണ്ട്.